5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. കർണാടകത്തിലെ മുൻ DGP ഓം പ്രകാശ് ബീഹാർ IPS കേഡറിലുള്ള ഒരു വ്യക്തിയെ ഭാര്യയും മകളും കൂടി 10 പ്രാവശ്യം കുത്തി കൊല്ലുകയാണ് ചെയ്തത്. എന്താണ് നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്നത്? സമ്പത്തിന്റെ പുറത്ത്, അധികാരത്തിന്റെ പുറത്ത്, പദവികളുടെ പുറത്ത്, സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ പുറത്ത്, മദ്യത്തിന്റെ പുറത്ത്, മയക്കുമരുന്നിന്റെ പുറത്ത്, ഇങ്ങനെ കാമക്രോധ ലോഭ മോഹങ്ങളുടെ പുറത്ത് മനുഷ്യർ അറുമാദിക്കുമ്പോൾ സ്നേഹബന്ധങ്ങളും പരസ്പര ബന്ധവും ഭാര്യാഭർത്തൃ ബന്ധവും മക്കൾ ബന്ധവും മാതാപിതാക്കളുടെ ബന്ധവും ഒക്കെ എവിടെയാണ് പോകുന്നത്? സ്വത്ത് പങ്കുവയ്ക്കുന്നിടത്ത് തുടങ്ങി സമ്പത്താണ് പ്രധാനം. DGP ആയി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയെന്നുള്ളതല്ല പ്രധാനം. ജീവിതം അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. മക്കളുള്ള വിവാഹം കഴിച്ചു, ഭർത്താവിനോടൊപ്പം ദീർഘകാലം താമസിച്ചു, മക്കളുണ്ടായി, മകളും മകനുമെല്ലാം ഉണ്ടായി, അവർ മുതിർന്നവരായി. അങ്ങനെ ഗൗരവമായി താമസിക്കുന്നതിന്റെ ഇടയിലാണ് മുൻ DGP സ്വത്ത് കൊടുത്തില്ല, അല്ലെങ്കിൽ പങ്കുവച്ചില്ല, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് സഹോദരിക്കും മകനുമൊക്കെ പങ്കുവച്ച് കൊടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് കുത്തിക്കൊല്ലുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അങ്ങനെ സമ്പത്ത് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ആ പങ്കുവച്ച DGPയുടെ മനോവികാരം എന്താണ്? എന്തിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്? ഭാര്യയ്ക്കും മകൾക്കും കൊടുക്കണ്ടേ? ഇനി അങ്ങനെ കൊടുത്തില്ലെങ്കിൽ തന്നെ അത് നിയമപരമായ കേസ് പറഞ്ഞൊക്കെ വാങ്ങുന്നതിന് പകരം കുത്തിക്കൊല്ലുകയാണോ ചെയ്യേണ്ടത്? ഒരുപാട് നൈതികമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഭൗതികമായ ജീവിതത്തിന്റെ തേരോട്ടത്തിൽ ആഗോളവൽക്കരണം കൂടി വന്നപ്പോൾ എങ്ങനെയും പണമുണ്ടാക്കുക, പദവി ഉണ്ടാക്കുക, സമ്പത്തുണ്ടാക്കുക, അതുപയോഗിച്ച് പരമാവധി ഏതെല്ലാം രൂപത്തിൽ ജീവിക്കാൻ പറ്റും അങ്ങനെയല്ല ജീവിക്കുക. അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പുതിയ ലോകത്താണ് നാം നിൽക്കുന്നത്. DGPക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കൊലപാതകത്തിന് ഇരയാകേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് എത്ര ഭീതിജനകമാണ്. ഇവിടെ സാധാരണ ആളുകൾ പലപ്പോഴും കത്തിക്കുത്തും ഇതുപോലത്തെ കൊലപാതകവും മരണമൊക്കെ സംഭവിക്കാറുണ്ട്. അത് അവർക്ക് വിവരമില്ലെന്നോ വിദ്യാഭ്യാസമില്ലെന്നോ അല്ലെങ്കിൽ സമ്പത്തില്ലെന്നോ ഒക്കെ പറയാം. ഇവിടെ വിവരമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, നല്ല പദവിയിലിരുന്നവർ, DGPയുടെ ഭാര്യ, DGPയുടെ മകൾ, DGPയുടെ മകൻ, സുഹൃത്തുക്കൾ എല്ലാവരും ഉയർന്ന ആളുകളാണ് സാമ്പത്തികമായി. എന്നിട്ടും ഇതൊക്കെ ഈ രാജ്യത്ത് സംഭവിക്കുന്നു, നമ്മുടെ സംസ്ഥാനത്തും അയൽ സംസ്ഥാനത്തും ഒക്കെ സംഭവിക്കുന്നു. ഇതിന് സമാനമായി നിരവധി സംഭവങ്ങൾ ഉണ്ടാകും. ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനോടൊപ്പം പോകുന്നു, കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, സ്വത്ത് കൊടുക്കുന്നില്ല. എന്താണ് മനുഷ്യർക്ക് സംഭവിക്കുന്നത്? ഇത് വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യണം. സമ്പത്തിനും പണത്തിനും അധികാരത്തിനും സുഖലോലുപതയ്ക്കും വേണ്ടി എല്ലാ മാനുഷിക ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണോ? ഇവിടെ നിയമമുണ്ട്, ചിലപ്പോൾ കോടതിയുണ്ട്, ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യും. നിരന്തരം ശിക്ഷിക്കപ്പെട്ടാലും വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നു എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇതിന് സമാനമായി നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ സുകുമാരക്കുറുപ്പിനെ കൊന്ന കഥയൊക്കെ നമുക്കറിയാം. LIC കിട്ടുന്നതിന് വേണ്ടി കാറപകടത്തിൽ പെടുത്തി എന്ന് പറഞ്ഞ് കൊന്നതും ആൾമാറാട്ടം നടത്തിയതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ കേരളത്തിലും ഇതൊക്കെ സംഭവിക്കുന്നു, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ കർണാടകത്തിൽ സംഭവിച്ചു. മനുഷ്യന്റെ ബന്ധങ്ങൾക്കപ്പുറം, മാനുഷിക മൂല്യങ്ങൾക്കപ്പുറം, സദാചാരങ്ങൾക്കപ്പുറം പണത്തിനും പദവിക്കും സമ്പത്തിനും അധികാരത്തിനും ഒക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമൂഹമായി മാറുമ്പോൾ ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് വാർത്തകളായിരിക്കും മുന്നിൽ വരുന്നത്. എത്ര മനോഹരമായി കഴിയേണ്ടുന്ന കുടുംബമാണ് DGPയുടെയും ഭാര്യയുടെയും മക്കളുടേതും. കേവലം ഒരു സ്വത്ത് പങ്കുവെക്കലിന്റെ പേരിൽ അവർ പരസ്പരം പോരടിക്കുന്നു. ഭർത്താവിനെ ഭാര്യയെ കൊല്ലുന്നു, മകൾ അച്ഛനെ കൊല്ലുന്നു, അത് കേസാവുന്നു. എത്ര നികൃഷ്ടമായ വിഷയങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരിക. ഇതെല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ്.
കേവലം സ്വത്തും സമ്പത്തും അധികാരവും ഒന്നും മാത്രമല്ല ജീവിതം. താല്പര്യമില്ലെങ്കിൽ ഡൈവോഴ്സ് ചെയ്ത് പോവുക, കിട്ടുന്ന തുക വാങ്ങി രണ്ടുപേരും സുഖമായി കഴിയുക. ഇപ്പൊ കൊന്നതുകൊണ്ട് DGP മരിച്ചുപോയി, കൊല്ലാൻ കൂട്ടുനിന്നവരും കൊന്നവരുമായിട്ടുള്ളവർ ജയിലിലും പോകും. ആരാണ് ജീവിക്കുന്നത്? ആരാണ് ഇവിടെ സുഖിക്കുന്നത്? ഇത് ഗൗരവതരമായ ചോദ്യമാണ്. നമുക്ക് കൊല്ലാനും കൊല്ലിക്കാനും ഒന്നും ഒരു അവകാശവുമില്ല ഇവിടെ. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമാണുള്ളത് ഈ ഭൂമിയിൽ വന്നവർക്കെല്ലാം. അതുകൊണ്ട് തന്നെ പണത്തിന്റെയോ സമ്പത്തിന്റെയോ പേരിലുള്ള ഇത്തരം നികൃഷ്ട പ്രവർത്തനങ്ങളെല്ലാം മതിയാക്കി താല്പര്യമില്ലെങ്കിൽ വേർപിരിയുക, സമ്പത്തില്ലെങ്കിൽ കേസ് പറഞ്ഞ് വാങ്ങാൻ നോക്കുക. അതൊക്കെ ചെയ്യാൻ പറ്റും. നിയമപരമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുന്നതിനപ്പുറമുള്ള ഇത്തരത്തിലുള്ള അധമ പ്രവർത്തനങ്ങൾ സമൂഹത്തെ ദുഷിപ്പിക്കും. നാളത്തെ തലമുറ, ന്യൂജൻ കുട്ടികൾ ഇതെല്ലാം കണ്ടാണ് വളരുന്നത്. ഇവിടെ വെഞ്ഞാറമൂടിലിടയ്ക്ക് 5 പേരെയാണ് ഒരു ചെറുപ്പക്കാരൻ കൊന്നുകളഞ്ഞത്. വാമനപുരത്ത് സ്വന്തം അച്ഛനെയാണ് കൊന്നുകളഞ്ഞത്. പാലക്കാടും മലപ്പുറത്തും എല്ലാം, ഇത് കേരളത്തിലാകെ ഇത് പലയിടത്തും സംഭവിച്ചു. എങ്ങനെ ഇതൊക്കെ നടക്കുന്നു? പ്രസവിച്ച അമ്മയെ കൊല്ലാൻ എങ്ങനെ മകന് കഴിയുന്നു? വിവാഹം കഴിച്ച ഭാര്യയെ കൊല്ലാൻ കഴിയുന്നത് എങ്ങനെ? ഭാര്യയ്ക്ക് താലി കെട്ടിയ ഭർത്താവിനെ കൊല്ലാൻ കഴിയുന്നത് എങ്ങനെ? നാളിതുവരെ ഒന്നിച്ച് താമസിക്കുകയും ഒരു കിടക്ക പങ്കിടുകയും സന്തോഷത്തോടെ കഴിയുകയും മക്കളുണ്ടാവുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു പോകുന്നവർക്ക് പെട്ടെന്ന് ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തിൻ്റെങ്കിലും മോട്ടിവേഷന്റെ പുറത്ത് എങ്ങനെയാണ് ഈ ബന്ധങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നത്? ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ്. ഇത് കതിരിൽ കൊണ്ട് വളം വച്ചിട്ട് കാര്യമില്ല. കുഞ്ഞുനാൾ മുതൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു ബഹുജന വിദ്യാഭ്യാസം എന്താണ്? വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പം എന്താണ്? വിവാഹത്തെക്കുറിച്ചുള്ള കൗൺസിലിങ്ങും വിദ്യാഭ്യാസവും വിവാഹ ജീവിതം സക്സസ് ആക്കി വിജയകരമായി കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളും വിട്ടുവീഴ്ചയും എല്ലാം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ. എന്തായാലും കർണാടക മുൻ DGP അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള മരണം അല്ലെങ്കിൽ കൊലപാതകം നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാകേണ്ടതാണ്. ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും തീർച്ചയായും ഒരു അനുഭവമായി തന്നെ ഇത് മാറേണ്ടതുണ്ട്. നമുക്ക് കൊല്ലാനും കൊല്ലിക്കാനും ഒന്നുമല്ല നാം ഇവിടെ വന്നത്. ജീവിക്കാനാണ്, ആനന്ദിക്കാനാണ്, സന്തോഷമാണ്. അത് കേവലം പണത്തിലും സ്വത്തിലും പങ്കുവയ്പ്പിലും മാത്രമല്ല നിലനിൽക്കുന്നതെന്ന് എല്ലാവരും തിരിച്ചറിയണം.